അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന മസ്ക ബൺ ഉണ്ടല്ലോ, മസ്ക ബണ്ണെന്നും ബൺ മസ്ക എന്നൊക്കെ പറയുന്ന ഇതും ഇറാനി ചായ ആണല്ലോ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. കടയിൽ പോയിട്ട് വാങ്ങി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ടേസ്റ്റിൽ ഈ ഒരു ബൺ മസ്ക ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മസ്ക എന്ന് പറയുന്നത് നമ്മളെ ബട്ടറിൻ്റെ ക്രീമാണ്. ആ ഒരു ക്രീം ബൺ ഉണ്ടല്ലോ അത് തന്നെ. അപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ കണ്ടു നോക്കിയാലോ. വീഡിയോയിലിട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിൽ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം അങ്ങ് പൊടിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു പൊടിച്ച പഞ്ചസാരയിലേക്ക് പാൽപ്പൊടിയും ബട്ടറും പാലും ഒഴിച്ചു കൊടുക്കുക. പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിത്തിരി മാത്രമേ ഒഴിക്കാവൂ. എല്ലാന്നുണ്ടെങ്കിൽ ക്രീം ലൂസായി പോവേ. അപ്പോൾ കുറച്ച് മാത്രം പാൽ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ക്രീം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എളുപ്പമല്ലേ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാൻ. ഈ ക്രീം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ടപ്പേന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബണ്ണെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണെടുക്കാൻ നോക്കുക. എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ എത്രയാണോ ഈ ഒരു ക്രീം ബണ്ണ് ഉണ്ടാക്കുന്നത് അത്രയും ബണ്ണൊക്കെ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെ വിട്ടു പോവാതെ കട്ട് ചെയ്തെടുത്താൽ അത്രയും നല്ലത്. എല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഈ ഒരു ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ബട്ടറിൽ തന്നെയാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് മെൽട്ടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബണ്ണുണ്ടല്ലോ അത് ആദ്യം ഞാൻ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രണ്ട് സൈഡും നല്ലോണം അങ്ങ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉൾവശം ഉണ്ടല്ലോ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള അതിൻ്റെ ഉൾവശം കൂടി ഒന്നങ്ങ് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബണ്ണ് ഇവിടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ടോസ്റ്റ് ചെയ്യാതെ വെറും ബണ്ണിൽ മാത്രമായിട്ടും ക്രീം അപ്ലൈ ചെയ്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേങ്കിൽ രണ്ടും രണ്ട് ഫ്ലേവറാണ് ടേസ്റ്റ് വരുന്നത്. കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ ഒരു ബട്ടറിൽ നല്ലോണം ടോസ്റ്റ് ചെയ്തെടുത്ത ബണ്ണിൽ ക്രീം വെച്ചിട്ട് കഴിക്കുമ്പോഴാണ്. അങ്ങനെ ആകുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ആ ഒരു ബട്ടറിൻ്റെയും അതിൽ മൊരിച്ചെടുത്തിട്ടുള്ള ആ ഒരു ബണ്ണിൻ്റെ ഫ്ലേവറൊക്കെ ആകുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ട് ആ ഒരു പച്ച ബണ്ണിൽ ക്രീം വെച്ചിട്ട് കഴിക്കുന്നതിലും. അപ്പോൾ ഇതിപ്പം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ക്രീം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഓവറാക്കിയിട്ട് വെച്ച് കൊടുക്കണ്ടേ. മധുരമാണല്ലോ ഈ ഒരു ക്രീമിനുള്ളത്. അപ്പോൾ ഓവറായാൽ പെട്ടെന്ന് അങ്ങ് മടുപ്പ് വരും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ബണ്ണിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ആകുന്ന തരത്തിൽ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബണ്ണൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും ഒന്ന് കവർ ചെയ്തിട്ട് ആ ഒരു ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് കൂടി നമ്മൾ ക്രീം ഇതുപോലെ ഒന്നങ്ങ് ആക്കി കൊടുത്താൽ നമ്മളെ മസ്ക ബണ്ണ് റെഡി ആട്ടാ. ഇനി ബാക്കിയുള്ള ബണ്ണിലൂടെ ഈ ഒരു ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടുള്ള ഇറാനി ചായയുടെ കൂടിയാണ് ഈ ഒരു മസ്ക ബണ്ണ് കോംബോ ആയിട്ട് നമ്മൾ വൈറലായ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. പുറത്ത് കടയിലൊക്കെ അങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മളിപ്പം ഇറാനി ചായക്ക് പകരം നല്ല മസാല ചായ ഉണ്ടല്ലോ, ഗ്രാമ്പൂവും ഏലൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മസാല ചായയുടെ കൂടെ അടിപൊളി കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റുമോ. ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ആ ഒരു ചായയിൽ മുക്കിയിട്ട് കഴിക്കണം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണേ. ഇനിയിപ്പോൾ ഈ ഒരു ക്രീമിന് നല്ലൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബട്ടറിൻ്റെ ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് മിക്സിയിൽ ആ ഒരു എസൻസ് കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നല്ല മധുരം ഉള്ളതുകൊണ്ടൊക്കെ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും. ഇനിയിപ്പോൾ മധുരം കുറവ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ആ ഒരു പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെ എളുപ്പമല്ല ഉണ്ടാക്കിയെടുക്കാൻ. ഇനിയിപ്പോൾ ഇതുവരെ ആരെങ്കിലും ഈ ഒരു വൈറലായിട്ടുള്ള മസ്ക ബണ്ണ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണ ഉണ്ടാക്കി നോക്കണേ. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇനിയിപ്പോൾ കടയിൽ പോയിട്ട് വാങ്ങി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ ഒരു മസ്ക ബണ്ണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.